ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് അത് നീളത്തിൽ ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് 2 പോർഷനായിട്ടായിരിക്കും കിട്ടുക. അതിൽ നിന്ന് ഒരു പോർഷൻ എടുക്കാം. ഇനി ഇതും നീളത്തിൽ ഈക്വൽ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി മടക്കുള്ള ഭാഗത്ത് നിന്ന് സിസർ ഉപയോഗിച്ച് ആ ലൈൻ വരെ ചെറുതാക്കി ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നിവർത്തി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് തിരിച്ചിട്ട് 2 അറ്റവും ചേർത്ത് ഇതേപോലെ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ യെല്ലോ കളർ ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് അതും ഈക്വൽ ഹാഫായിട്ട് നീളത്തിൽ മടക്കി കൊടുക്കാം. ഇനി അതിൽ നിന്ന് 0.5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതും സിസർ ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അത് തുറന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് 2 അറ്റവും ചേർത്ത് ഗം ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റെമ്മ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുക്കുക. ഗ്രീൻ കളറ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റെം ഉണ്ടാക്കുന്നത്. അത് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഗ്രീൻ കളറ് പേപ്പർ എടുത്തിട്ട് അത് ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി കൊടുത്തിട്ട് വെച്ചാലും മതി. ആദ്യം നമ്മൾ യെല്ലോ കളർ പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാത്ത ഭാഗത്ത് ഗമ്മ് തേച്ച് അത് ഇതേപോലെ സ്റ്റിക്കിലേക്ക് ചുറ്റിയെടുക്കാം. ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വൈറ്റ് കളർ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത ആ ഭാഗത്ത് ഗമ്മ തേച്ചിട്ട് അത് ഇതിൻ്റെ മുകളിലായിട്ട് പതുക്കെ ചുറ്റിക്കൊടുക്കാം. ചുറ്റിയെടുക്കുന്ന സമയത്ത് ആ ഒരു സെയിം ലെവലിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഇനി ഗ്രീൻ കളർ പേപ്പർ എടുത്ത് യു ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗം ഉപയോഗിച്ചിട്ട് അതും പൂവിന് തൊട്ട് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഇത് അതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓർഗാമി പേപ്പേഴ്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിടർന്ന പൂക്കളാക്കിയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.